അങ്ങനെ ഒരു വൈകുന്നേരം സൺസെറ്റൊക്കെ കണ്ട് ഫുൾ വൈബായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് തോന്നി ഒന്ന് കുക്ക് ചെയ്താലോ എന്ന്. ഞാൻ ഇതുവരെ ഉണ്ടാക്കാത്ത എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് തോന്നിയിട്ടോ. ഇത് ഞാൻ ഇൻസ്റ്റയിൽ ഷെയർ ചെയ്തപ്പം സ്റ്റോറി ആയിട്ട് ഇട്ടപ്പം കുറേ പേര് റെസിപ്പി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഫുൾ വീഡിയോ ഇടാമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ നിർബന്ധിക്കുകയാണെങ്കിൽ ഇടാമെന്ന് വിചാരിച്ചു. ഞാനൊരു മറ്റേ കുക്കിംഗ് വ്ളോഗറൊന്നുമല്ല, എന്നാലും ഒരു രസമല്ലേ ഇതൊക്കെ കണ്ടിരിക്കാൻ. ആദ്യം തന്നെ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുകയാണ്. നോർമൽ നിങ്ങളുടെ മാരിനേഷൻ മസാല എന്താണോ അത് വെച്ച് നിങ്ങൾക്ക് മാരിനേറ്റ് ചെയ്ത് കുറേ സമയം മാറ്റി വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്യുക. മസാലയൊക്കെ ഒന്ന് പിടിക്കുമല്ലോ. ഫ്രൈ കഴിഞ്ഞാൽ ആ സെയിം എണ്ണയിലേക്ക് തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലിടുക. പിന്നെ നമ്മുടെ മാസ്റ്റർ ഇൻഗ്രീഡിയൻ്റ് ആണ് ചെറിയുള്ളി അരിഞ്ഞരിഞ്ഞരിഞ്ഞരിഞ്ഞ് അതിലേക്ക് ഇടാം. പിന്നെ നോർമലി നമ്മൾ ഇടുന്ന പോലെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പിടാം, കുറച്ച് മുളക് പൊടി ഇടാം. അത് കശ്മീരി ചില്ലി ആണെങ്കിൽ ഒരു കളറൊക്കെ ഉണ്ടാവും, ഒരു രസം അത്ര തന്നെ. എന്നിട്ട് അത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നല്ല പ്രോപ്പർലി അത് വഴണ്ട് വന്നാൽ അതിലേക്ക് നമുക്ക് ചോറിടാം. അതാണ് അതിൻ്റെ ഒരു മെയിൻ ഒരു രസം. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഫിഷ് ചോറാണ്. ഞാനിട്ട പേരാണ് കേട്ടോ, ചിലപ്പോൾ വേറെ പേരൊക്കെ ഉണ്ടാവും, ഇതിന് എനിക്കറിയില്ല. അങ്ങനെ അതൊക്കെ കൂടി മിക്സ് ചെയ്യുമ്പോണ്ടല്ലോ ആ ഒരു വെളിച്ചെണ്ണയും ചുവന്നുള്ളിയും കറിവേപ്പിലയും ചോറും ഒക്കെ കൂടി വരുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ ഒരു എഗ് ഫ്രൈയും കൂടെ ഉണ്ടെങ്കിൽ എന്താ പറയുക, വേറെ എന്ത് വേണം. ഞാനൊരു എഗ് പേഴ്സണാണ്. അപ്പോൾ എന്ത് കഴിക്കുമ്പോഴും അതിൻ്റെ കൂടെ പുട്ടിൽ പീരാന്ന് പറയുന്ന പോലെ ഇരിക്കട്ടെ ഒരെണ്ണം, ഒന്നല്ല രണ്ടെണ്ണം ആയിക്കോട്ടെ. അത് കഴിഞ്ഞ് ഭംഗിക്ക് കുറച്ച് പ്രോൺസ് പിക്കിൾ ഉണ്ടെങ്കിൽ വേറെ എന്ത് വേണം. നമ്മുടെ ഫിഷ് ചോറും ഫിഷ് ഫ്രൈയും എഗ് ഫ്രൈയും പിക്കിളും യോഗേർട്ടും സെറ്റ്.